ഹായ് ഓൾ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. വെരിഫിക്കേഷൻ പ്രോസസ്സ് വരെയുള്ള വീഡിയോ ഞാൻ ഇട്ടിരുന്നു, അതൊന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷമാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അതിൽ പറഞ്ഞിരുന്നു വെരിഫൈ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഒരു ഇമെയിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് വരുമെന്നുള്ളത്. പക്ഷേ ഒന്നോർക്കുക, ചില കുട്ടികൾക്ക് ഇമെയിലോ മെസ്സേജോ വരാതെ തന്നെ അഡ്മിറ്റ് കാർഡ് അവരുടെ ലേണേഴ്സ് പോർട്ടലിൽ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഗൂഗിളിൽ പോയി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കാം. എന്നിട്ട് ഈ 3 ലൈൻസ് ഉള്ള റൗണ്ട് ഇട്ട ആ ഭാഗം എടുക്കുക. എന്നിട്ട് അതിൽ ലേണേഴ്സ് പോർട്ടൽ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും എത്തുക. ഇവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് എന്താണോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്ത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അത് കൊടുക്കുക. ദെൻ നമ്മൾ കൊടുത്ത പാസ്വേഡും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ചില ആൾക്കാരുടെ കമൻറ്റ് കണ്ടിട്ടുണ്ട്, അവർ പാസ്വേഡ് കൊടുത്തത് അക്ഷയ പോയി കൊടുത്തതാണെന്നുള്ളത്. പ്രശ്നമില്ല. താഴെ കാണുന്ന ഫോർഗെറ്റ് പാസ്വേഡ് അടിക്കുക. എന്നിട്ട് ഇമെയിൽ ഐഡിയിലേക്ക് ഒരു OTP വരും. ആ OTP അടിച്ച് നമ്മൾ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഒന്നോർക്കുക, നമ്മളെ ഡിഗ്രി അല്ലെങ്കിൽ PG കഴിയുന്നത് വരേക്കും മൊത്തത്തിൽ നമുക്ക് ഈ പാസ്വേഡും ഇമെയിൽ ഐഡിയും നിർബന്ധമാണ്. ഇത് മറന്നുപോയാലോ ഇനി ഈ ഇമെയിൽ ID തുറക്കാൻ പറ്റാതെ ആവുക, എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടെടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇമെയിൽ ID ആൻഡ് പാസ്വേഡ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവേണ്ടതാണ്. ഇമെയിൽ ID ആൻഡ് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും എത്താം. നമ്മൾ ആദ്യം കൊടുത്ത ഫോട്ടോ ഇതിൽ വരും. ഇതിൽ മൈ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ നമ്മൾ ഏതാണോ അപ്ലൈ ചെയ്തിട്ടുള്ള, നമ്മൾ സെലക്ട് ചെയ്ത UG അല്ലെങ്കിൽ PG ഏതാണോ സെലക്ട് ചെയ്തത് അതവിടെ കാണും. ആൻഡ് ഓൾസോ നമ്മുടെ ഇമെയിൽ IDയും ഫോൺ നമ്പറും കാണുന്നതായിരിക്കും. അതിൻ്റെ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്കവിടെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ സ്റ്റെപ്സ് മുഴുവനും കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പ്രൊഫൈൽ കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വിവരങ്ങളൊക്കെ നമുക്ക് കൊടുക്കുന്നുള്ളത്. സെലക്ട് പ്രോഗ്രാം, നമ്മൾ ഏത് പ്രോഗ്രാമാണോ, ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും ഏതാണോ പഠിക്കുന്നുള്ളത് അതിനെ സെലക്ട് ചെയ്യുന്നുള്ള ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ ആ സെലക്ട് പ്രോഗ്രാമിൻ്റെ അടുത്ത് ഗ്രീനിൽ ടിക്ക് വരും. LSC സെലക്ഷൻ, നമ്മൾ LSC ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു വാട്ട് ഈസ് LSC എന്നുള്ളത്. അത് കറക്റ്റ് LSC തിരഞ്ഞെടുത്താൽ അവിടെ ഗ്രീൻ ടിക്ക് വരും. ഇനി ഫീ പേയ്മെൻറ്റ് നമ്മൾ ഫീ ഫുള്ള് അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്രീൻ ടിക്ക് വരും. ദെൻ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. മൊത്തത്തിൽ വെരിഫിക്കേഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ ആ ഒരു ഗ്രീൻ ടിക്ക് വരികയുള്ളൂ. ദെൻ അതിന് താഴെയുള്ള ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളിടത്ത് നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അതിൽ എഡിറ്റ് കൊടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായി ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്ന് കാണാം. അതിൽ ഡൗൺലോഡ് അടിക്കുക. ദെൻ നമ്മുടെ അഡ്മിറ്റ് കാർഡ് അതിൽ വരും. ഇതിൽ ആദ്യം കാണുന്ന പ്രിൻറ്റ് അഡ്മിറ്റ് കാർഡ് എന്നത് അടിക്കുക. എന്നിട്ട് പ്രിൻ്റ് എടുക്കുക. അത് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. ഇനിയും അഡ്മിറ്റ് കാർഡ് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ ദെൻ ബൈ.